അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അത്യന്തം നാടകീയമായ ഒരു വാർത്തയാണ് ഇനി. താലിബാൻ എന്ന സംഘടനയുടെ അടിത്തറ ഇളകുന്ന രീതിയിലുള്ള ഒരു ആഭ്യന്തര കലഹം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. സാധാരണയായി താലിബാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് അച്ചടക്കം എന്ന വാക്കാണ്. അവരുടെ പരമോന്നത നേതാവ് ഹിബാത്തുള്ള അഖുൻസാദ എന്ത് പറയുന്നോ അത് അഫ്ഗാനിസ്ഥാനിൽ നിയമമാണ്. എന്നാൽ ഇപ്പോൾ ആ നിയമത്തിന് പുല്ലുവില കൽപ്പിച്ചിരിക്കുകയാണ് കാബൂളിലെ താലിബാൻ ഭരണകൂടം. ഇന്റർനെറ്റ് നിരോധനത്തെ ചൊല്ലിയാണ് ഈ വമ്പൻ തമ്മിലടി നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാധാരണ താലിബാനിൽ എല്ലാവരും നേതാവിന്റെ വാക്കുകൾ അനുസരിക്കുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ കാബൂളിലെ താലിബാൻ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും തങ്ങളുടെ പരമോന്നത നേതാവായ ഹിബാത്തുള്ള അഖുൻസാദയോട് പരസ്യമായി നോ പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിക്കാനുള്ള ഹിബാത്തുള്ളയുടെ തീരുമാനമാണ് ഈ വമ്പൻ തമ്മിലടിക്ക് കാരണമായത്. ഇത് കേവലം ഒരു തർക്കമല്ല, മറിച്ച് താലിബാൻ എന്ന സംഘടനയുടെ തന്നെ പതനത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു വലിയ ആഭ്യന്തര കലാപത്തിന്റെ തുടക്കമാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? നമുക്ക് ഡീറ്റെയിൽഡായി നോക്കാം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹിബാത്തുള്ള അഖുൻസാദ ഒരു കടുത്ത ഉത്തരവിട്ടു. അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് പൂർണ്ണമായും നിർത്തലാക്കണം. ഇന്റർനെറ്റ് ഇമ്മോർട്ടാലിറ്റി, അതായത് അധാർമികത വളർത്തുന്നു എന്നും ഇത് ഇസ്ലാമിക നിയമങ്ങൾക്ക് എതിരാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. കാന്തഹാറിലിരുന്നാണ് ഹിബാത്തുള്ള ഈ ഉത്തരവിട്ടത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 3 ദിവസത്തോളം അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിശ്ചലമായിരുന്നു. എന്നാൽ 3 ദിവസത്തിന് ശേഷം അത്ഭുതകരമായി ഇന്റർനെറ്റ് തിരിച്ചെത്തി. ആരും വിശദീകരണം നൽകിയില്ല. എന്നാൽ BBC പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹിബാത്തുള്ളയുടെ ഉത്തരവിനെ കാബൂളിലെ താലിബാൻ നേതാക്കൾ ധിക്കരിക്കുകയായിരുന്നു. അവർ സ്വയം ഇന്റർനെറ്റ് സ്വിച്ച് ഓൺ ചെയ്തു. താലിബാൻ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു പരസ്യമായ വെല്ലുവിളിയായിരുന്നു അത്. താലിബാനിൽ ഇപ്പോൾ 2 പ്രധാന ഗ്രൂപ്പുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, കാന്തഹാറിലുള്ള ഹിബാത്തുള്ളയുടെ നേതൃത്വത്തിലുള്ള കടുത്ത യാഥാസ്ഥിതിക പക്ഷം, കൺസർവേറ്റീവ് ഹാർഡ് ലൈനേഴ്സ്. രണ്ടാമത്തേത് കാബൂളിലുള്ള ഭരണനിർവഹണം നടത്തുന്ന പ്രായോഗിക പക്ഷം, പ്രാഗ്മാറ്റിക് ഗ്രൂപ്പ്. കാബൂളിലുള്ള മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും അറിയാം, ഇന്റർനെറ്റ് ഇല്ല എങ്കിൽ രാജ്യത്തിന്റെ ഇക്കണോമി തകരും, ബാങ്കിംഗ് സർവീസുകൾ നിൽക്കും, വിദ്യാഭ്യാസം തടസ്സപ്പെടും. എന്തിന് താലിബാൻ ഭരണകൂടത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല. സൗദി അറേബ്യയോ ഖത്തറിനെയൊക്കെ പോലെ ഒരു ഗൾഫ് രാജ്യത്തിന്റെ മാതൃകയിൽ അഫ്ഗാനെ വളർത്താനാണ് കാബൂൾ ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹിബാത്തുള്ളയ്ക്ക് വേണ്ടത് പഴയകാല കാടൻ നിയമങ്ങളാണ്. ഈ തമ്മിലടി വെറും ഊഹാപോഹമല്ല. എന്തായാലും ഹിബാത്തുള്ളയുടേത് എന്ന് കരുതപ്പെടുന്ന ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിള്ളലുകൾ കാരണം നമ്മുടെ ഇസ്ലാമിക് എമിറേറ്റ്സ് തകർന്നു പോകുമെന്ന് അദ്ദേഹം തന്റെ അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ താലിബാൻ ഇപ്പോൾ ഭയക്കുന്നത് ഉള്ളിലുള്ള ഈ ഇൻസൈഡർമാരെയാണ്. പരമോന്നത നേതാവിനെ അംഗീകരിക്കാത്തവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്റർനെറ്റ് നിരോധനം അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ വലിയ രീതിയിൽ ബാധിച്ചു. സ്കൂളുകളിൽ പോകാൻ അനുവാദമില്ലാത്ത പെൺകുട്ടികളുടെ അവസാനത്തെ ആശ്രയം ഓൺലൈൻ ക്ലാസുകളായിരുന്നു. ഇന്റർനെറ്റ് കൂടി ഇല്ലാതായാൽ അവർ ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടും. ഇതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഹിബാത്തുള്ളയുടെ കണ്ണിൽ കാബൂളിലെ നേതാക്കൾ ഇപ്പോൾ മതദ്രോഹികളാണ്. അനുസരണക്കേട് കാണിച്ചവരെ ഉടൻ പുറത്താക്കാനോ ജയിലിൽ അടയ്ക്കാനോ അദ്ദേഹം ഉത്തരവിട്ടേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ താലിബാൻ 2ആയി പിളരാൻ സാധ്യതയുണ്ട്. ഇതിനെ ഒരു സീസ്മിക് ഷിഫ്റ്റ് എന്നാണ് വിദഗ്ധർ വിളിക്കുന്നത്. താലിബാനിൽ എന്തായാലും ഇന്ന് നടക്കുന്നത് ഒരു അധികാര വടംവലിയാണ് എന്ന് വേണം പറയാൻ. ഹിബാത്തുള്ളയുടെ ഏകാധിപത്യം അവസാനിക്കുമോ അതോ കാബൂളിലെ നേതാക്കളെ അദ്ദേഹം അടിച്ചമർത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ചുരുക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. ഇന്റർനെറ്റ് വെറും ഒരു ടെക്നോളജി മാത്രമല്ല, അത് താലിബാൻ ഭരണകൂടത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. താലിബാൻ നേതാക്കൾ തമ്മിലുള്ള ഈ പോരാട്ടം അഫ്ഗാൻ ജനതയുടെ ഭാവി എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.